നമസ്കാരം. മോർണിംഗ് റിപ്പോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. തമിഴ്നാട്ടിലെ കസനഗുഡിയിൽ നാട്ടുകാർ തീ കൊളുത്തിയ ആന ചരിഞ്ഞു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ ഓടിക്കാനായി തുണിയിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി എറിയുകയായിരുന്നു. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. നീലഗിരി ജില്ലയിലെ മസിനഗുഡിക്കടുത്ത ശിങ്കാരയിൽ 5 ദിവസം മുൻപാണ് സംഭവം. പ്രദേശത്തെ റിസോർട്ടിൽ തീറ്റ തേടിയെത്തിയതായിരുന്നു കാട്ടുകൊമ്പൻ. ഇതിനെ ഓടിക്കാനായി ഇവിടെ ഉണ്ടായിരുന്നവർ തുണിയിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയെറിഞ്ഞു. ആനയുടെ ഇടതു ചെവിയിൽ തീപ്പന്തം കുരുങ്ങിയതാണ് അപകടത്തിന് വഴിവെച്ചത്. തീ ആളിക്കത്തിയതോടെ ജീവനം കൊണ്ടുപോടിയ ആനയെ പിന്നീട് ജനുവരി 19-നാണ് വനപാലകർ കണ്ടെത്തിയത്. മറ്റൊരിടത്തേക്ക് വാഹനത്തിൽ മാറ്റി ചികിത്സ നൽകാൻ ശ്രമിച്ചെങ്കിലും ആന ചരിഞ്ഞു. ആനയുടെ മുതുകിൽ നേരത്തെ ഉണ്ടായിരുന്ന പരിക്കും സ്ഥിതി വഷളാക്കിയെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. ചെവിയിലെ പരിക്ക് തീപ്പൊള്ളലേറ്റത് കാരണമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായതോടെ അന്വേഷണം നടത്തുകയും ആനയെ തീപ്പൊള്ളലേൽപ്പിക്കുന്ന ദൃശ്യവും ലഭിച്ചു. പ്രസാദ് സുകുമാരൻ, റൈമണ്ട് എന്നീ 2 പ്രതികളെ അറസ്റ്റ് ചെയ്തു. റിക്കി റായൻ എന്നയാൾക്കായി തിരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, നീലഗിരി എന്നീ ജില്ലകളിലായി 21 ആനകളാണ് ദുരൂഹ സാഹചര്യത്തിൽ ചരിഞ്ഞത്. നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ. വിഷയത്തിൽ നമ്മോടൊപ്പം ഗുരുവായൂരപ്പൻ, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ പ്രൊജക്ട് ഓഫീസർ VK വെങ്കിട്ടചലം, സെക്രട്ടറി ഹെറിറ്റേജ് ആനിമൽ ആൻഡ് ടാസ്ക് ഫോഴ്സ് CR നീലകണ്ഠൻ, പരിസ്ഥിതി പ്രവർത്തകൻ എന്നിവരാണ്. ശ്രീ ഗുരുവായൂരപ്പൻ, മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സ്പർദ്ധ അല്ലെങ്കിൽ അകൽച്ച അത് ഓരോ നാൾ കൂടുന്തോറും വൈകി വരികയാണ്. അതിക്രൂരമായിട്ടാണ് ഇപ്പോൾ മനുഷ്യർ മൃഗങ്ങളോട് പെരുമാറുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ എല്ലാ ഘട്ടത്തിലും നമ്മളും ചർച്ച നടത്തും. പക്ഷേ അതിനപ്പുറത്തേക്കൊന്നും കാര്യങ്ങൾ നീങ്ങാറില്ല. ഇത് നാൾക്കുനാൾ വർദ്ധിക്കുന്നതിന് പ്രധാന കാരണം ഒന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റും ജനങ്ങളും തമ്മിലുള്ള ബന്ധം നാൾക്കുനാൾ വഷളായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളും വനം വകുപ്പും ജനങ്ങളും തമ്മിലുള്ള ബന്ധം മോശമാകുന്നുണ്ടോ? മോശമാകുന്നു എന്ന് പറയുന്നതിന് പകരം ബന്ധം മെച്ചപ്പെടുന്നില്ല എന്നുള്ളതാണ് കാര്യം. കാരണം ഒരു വശത്ത് ഇപ്പൊ മാധ്യമങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ പൊതുജനങ്ങളായിക്കോട്ടെ പൊതുജനത്തിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നുള്ള ഒരു ഭാഷ്യം പൊതുവെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ വന്യജീവികൾ എന്നും പ്രതിപക്ഷത്താണ് എല്ലാ കാലത്തും. കാലാവസ്ഥ മോശമായി കഴിഞ്ഞാൽ, കൃഷി നശിച്ചു കഴിഞ്ഞാൽ കോമ്പൻസേഷൻ ഉണ്ട്, ശരിയല്ല. അപ്പൊ അതേസമയം വന്യമൃഗങ്ങളാണെങ്കിൽ ആ വന്യമൃഗങ്ങളെ കൊല്ലണം എന്നുള്ള ഒരു അവസ്ഥയാണ് പറയപ്പെടുന്നത്. പക്ഷെ നല്ല രീതിക്കുള്ള ബന്ധങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇത്തരം സംഘർഷങ്ങൾ വളരെ കുറവാണെന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ സംഘർഷങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ പരിഹരിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് പെരിയാർ കടുവാ സങ്കേതം പോലുള്ള സ്ഥലങ്ങളിൽ ഞാൻ നേരത്തെ വർക്ക് ചെയ്തതാണ്. അവിടെ സാമൂഹ്യ ശാസ്ത്രജ്ഞനായിട്ട് വർക്ക് ചെയ്തതാണ്. അവിടേക്ക് ഇപ്പോഴും മൃഗങ്ങൾ നാട്ടിൽ ഇറങ്ങിയാലും വലിയ പ്രശ്നങ്ങളില്ല എന്ന് വെച്ചാൽ അവിടെ നാശനഷ്ടങ്ങൾ ഇല്ല എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അവിടെ പ്രശ്നങ്ങൾ ലഘൂകരിക്കപ്പെടുന്നു. കാരണം ജനങ്ങളും ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ അവിടെ ഒരു സംസാരിച്ച് ഒരു ധാരണയിലായി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നുണ്ട്. ഇത് ഈ മോഡൽ ആൾ ഓവർ കേരള നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, നാഷണൽ ലെവൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുടെ ഈ പറഞ്ഞ വന സംരക്ഷണ സമിതികളുടെ മേലുള്ള ഒരു താല്പര്യം പൊതുവെ കുറവാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ കൂടുന്നത്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ വഴിത്തടങ്ങൾ പൂർണ്ണമായിട്ട് അടയുന്നു എന്നുള്ളതാണ്. ഇതുവരെ കാണാത്ത മേഖലകളിലെല്ലാം വന്യമൃഗങ്ങൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ആനയായിക്കോട്ടെ, ആനയൊക്കെ അവർക്ക് ഓരോ ദിവസവും 200-300 കിലോ ഒക്കെ മിനിമം ഭക്ഷണം വേണം. മിനിമം, ഞാൻ പറയുന്നത് മിനിമം ആണ്. അപ്പൊ അത്തരം ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവര് യാത്ര ചെയ്യണം, കിലോമീറ്ററുകൾ യാത്ര ചെയ്യണം. അപ്പൊ ഈ യാത്രക്കിടയിൽ അവരുടെ വഴിത്തടങ്ങൾ തടസ്സപ്പെടുന്ന സമയത്ത് അവർ പുതിയ വഴികൾ കണ്ടെത്തും. ആ പുതിയ വഴികളിലാണ് ഈ കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. ആനയെ കാണാത്ത സ്ഥലങ്ങളിൽ ജനങ്ങള് ആനയെ ആദ്യം കാണുമ്പോൾ കൗതുകത്തോടെ കാണുകയും പിന്നീട് അതിനെ പ്രതികാര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഡിപ്പാർട്ട്മെന്റ് ജനങ്ങളും തമ്മിൽ ഒരു യോജിച്ചിരുന്ന് തീരുമാനം എടുത്തിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം കാണാമായിരുന്നു. അപ്പൊ അവരുടെ അതെ, വ്യക്തമാണ് ശ്രീ ഗുരുവായൂരപ്പൻ താങ്കൾ പറയുന്നത്. ശ്രീ CR നീലകണ്ഠൻ, ശ്രീ ഗുരുവായൂരപ്പൻ പറയുന്നത് വകുപ്പും ജനങ്ങളും തമ്മിൽ തന്നെ അകലുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വകുപ്പ് പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഉൾക്കൊള്ളേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ കാര്യമൊക്കെ ഉദാഹരണമായി ശ്രീ ഗുരുവായൂരപ്പൻ ചൂണ്ടിക്കാണിച്ചു. കേരളത്തിൽ ഈ ബന്ധം, ഇതിപ്പോൾ കേരളത്തിലല്ല, പക്ഷേ കേരളത്തിൽ ഇതിനേക്കാൾ ദോഷകരമായ രീതിയിൽ മൃഗങ്ങളോട് നമ്മൾ പെരുമാറാറുണ്ട്. എങ്ങനെയാണ് മെച്ചപ്പെടുത്താനാവുക ശ്രീ CR നീലകണ്ഠൻ? തീർച്ചയായിട്ടും വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ. അത് അതിന്റെ ഗൗരവം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കറക്റ്റാണ്, അത് വളരെ ശരിയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട്. ശ്രീ ഗുരുവായൂരപ്പൻ ആ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതുമാണ്. വനംവകുപ്പിനെ എന്ന് ചില ഉദ്യോഗസ്ഥരും അങ്ങനെയല്ല.
നമ്മുടെ ഒരു അടിസ്ഥാനപരമായ ഒരു സമീപനത്തിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോ വനം, നിയമം, മനുഷ്യർ, ഇത് തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം? വനത്തിന് വേണ്ടി മനുഷ്യരാണോ, മനുഷ്യർക്ക് വേണ്ടി വനങ്ങളാണോ എന്ന കപട ചോദ്യമാണ് നമ്മൾ ചോദിക്കാറുള്ളത്. വനവും മനുഷ്യനും വന്യമൃഗങ്ങളും ഒരുപോലെ പരസ്പരാശ്രിതമായി നിലകൊള്ളുന്നതാണ് എന്ന അടിസ്ഥാനപരമായ ധാരണയില്ലെങ്കിൽ ഒരു പരിസ്ഥിതി നിയമവും നിലനിൽക്കില്ല. പരിസ്ഥിതി നിയമത്തിന്റെ പ്രധാന പ്രശ്നം ഇത് തമ്മിലുള്ള പാരസ്പര്യമാണ്. അത് നമുക്കില്ല. അപ്പൊ നമ്മൾ പലപ്പോഴും ഏതെങ്കിലും ഒന്നിന്റെ കൂടെ പോകും. ഇപ്പോ കർശനമായി നിയമം നടപ്പാക്കാൻ തീരുമാനിച്ചാൽ കർശനമായ നിയമം ഒരിക്കലും നമുക്ക് നടപ്പാവില്ല. കാരണം മനുഷ്യരാണ് നടപ്പാക്കേണ്ടത്. അവിടെ തന്നെ മനുഷ്യരെ ഇപ്പൊ മനുഷ്യരെ കുടിയൊഴിച്ച് നിങ്ങൾക്ക് വനം സംരക്ഷിക്കാൻ കഴിയുമോ എന്ന് വെച്ചാൽ ഒരിക്കലും കഴിയില്ല. അപ്പൊ ആ പ്രശ്നമുണ്ട്. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരും വലിയൊരു പ്രതിസന്ധിയുണ്ട്. അവരല്ലെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ്. പ്രത്യേകിച്ചും അവരുടെ വിള നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്, വന്യമൃഗങ്ങളുമായുള്ള സംഘർഷം. അപ്പൊ അവരെ സംരക്ഷിക്കാൻ ആരുമില്ല, വിള നശിപ്പിച്ചാൽ അവർക്ക് ആരുമില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. മൂന്നാമത് വനത്തിന്റെയും ഇതിന്റെ മറ്റേ സമൂഹത്തിന്റെയും തമ്മിലുള്ള ബന്ധം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില വനത്തിനകത്ത് തന്നെ അതൊരു പ്രൊപ്പോർഷണൽ അല്ലാതെ ചില മൃഗങ്ങൾ വളരുന്നതിന്റെ പ്രശ്നമുണ്ട്. ഇപ്പൊ പന്നിയുടെയൊക്കെ പ്രശ്നം അതാണ്. ഒരുപാട് പന്നികൾ കൂടുതൽ വളരുന്നത്, ഒരു വനത്തിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ പന്നികളുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ലോകത്തിൽ തന്നെ അതിന് ചില മാർഗങ്ങളുണ്ട് ശാസ്ത്രീയമായി. അത് ചെയ്യാതെ ഇതിന് മുതലെടുക്കാൻ ഇപ്പൊ കർഷകർക്ക് പ്രശ്നം ഉണ്ടാവുന്നു, അതുകൊണ്ട് വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണം എന്ന് പറയുന്ന രൂപത്തിലോ, വനം കയ്യേറി അല്ലെങ്കിൽ വന്യമൃഗങ്ങൾക്ക് ദോഷം കർഷകരാണ് എന്ന രൂപത്തിലുള്ള ഏകപക്ഷീയമായ ചർച്ചയിൽ നിന്ന് മാറണം. സർക്കാരിലെ വിവിധ വകുപ്പുകൾ, കൃഷി വകുപ്പായാലും വനംവകുപ്പായാലും അതുപോലെ മറ്റ് സാമൂഹ്യക്ഷേമ വകുപ്പുകളായാലും അതെല്ലാം ചേർന്നിരുന്നു കൊണ്ട് ആലോചിച്ചാൽ പരിഹാരം കാണാൻ കഴിയുന്ന വിഷയമാണ് ഇതെന്നാണ് ഞാൻ കാണുന്നത്. അതിനുള്ള ഒരു ക്ഷമ അതെ, അത് പക്ഷേ വലിയ കാലയളവ് എടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ തന്നെ മനുഷ്യന്റെ ചിന്താഗതി എങ്ങനെ കാടിനെ പൂർണ്ണമായും നമുക്ക് കവർന്നെടുക്കാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിലെ വിഭവങ്ങൾ നമുക്കെങ്ങനെ നമ്മുടേതാക്കി മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാട്ടുമൃഗങ്ങൾ വരുമ്പോൾ നമ്മൾ ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്നു. VK വെങ്കിടാചലം, ഹെറിറ്റേജ് ആനിമൽ ടാസ്ക് ഫോഴ്സ്. വെങ്കിടാചലം, നമുക്ക് എത്ര കാലം കാത്തു നിൽക്കേണ്ടി വരും മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഒരു സമന്വയത്തിന് വേണ്ടി? ഈ രാഷ്ട്രീയക്കാരും കാട് കയ്യേറി കൃഷിയും റിസോർട്ടും നടത്തുന്നവരും തമ്മിലുള്ള ബന്ധം ഇല്ലാതായാൽ തന്നെ ഈ പ്രശ്നം ഒരു പരിധിവരെ അവസാനിക്കും. അതെങ്ങനെയാണ്? ആദ്യം തന്നെ രാഷ്ട്രീയക്കാരെ എന്തിനാണ് കുറ്റം പറയുന്നത്? ഈ രാഷ്ട്രീയക്കാര് വോട്ട് ബാങ്ക് നിലനിർത്താനായിട്ട് കാടിനോടനുബന്ധിച്ച ഭാഗങ്ങൾ അവർക്ക് വായിച്ചു കൊടുക്കുകയാണ്. ആദ്യം കൃഷി എന്ന് പറയും, കൃഷി എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് പതുക്കെ റിസോർട്ടാവും, റിസോർട്ട് പതുക്കെ വീടുകളാവും, വീടുകൾ പിന്നെ കോളനിയാവും. ഇതേ രാഷ്ട്രീയക്കാർ തന്നെയല്ലേ വന നിയമം കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഇത്രയും വനം പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ? കേരളത്തില് ഇന്ത്യയിലും ഈ വനം പരിസ്ഥിതി മന്ത്രാലയം എന്ന് പറയുന്നതിന് 2 കഷ്ണമായിട്ട് വിഭജിക്കണം. വനം സംരക്ഷിക്കാനും വന്യജീവി. ആദ്യം താങ്കൾ രാഷ്ട്രീയക്കാരെ കുറ്റം പറഞ്ഞു, ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. എല്ലാത്തിനും നമ്മൾ രാഷ്ട്രീയക്കാരെ കുറ്റം പറഞ്ഞു. ഒരു അരാഷ്ട്രീയ രാജ്യത്തെ സൃഷ്ടിക്കാനാണെങ്കിൽ പിന്നെ ഈ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്ക് പട്ടാളത്തിനെ ഏൽപ്പിച്ചാൽ മതി, വലിയൊരു ഫോഴ്സ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. രാഷ്ട്രീയക്കാര് ഇന്ത്യയില് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ വനവും വന്യജീവിനെ സംരക്ഷിക്കാനായിട്ട് കഴിഞ്ഞൊരു 40 കൊല്ലമായിട്ട് ഒരു പുതിയ നിയമം ഉണ്ടാക്കിയിട്ടില്ല. 72 ഉണ്ടാക്കിയിട്ടുള്ള വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പ്രസക്തിയൊക്കെ അവസാനിച്ചു. ഈ വനത്തിനോടനുബന്ധിച്ച ഭാഗത്ത് രാഷ്ട്രീയക്കാര് വോട്ട് ബാങ്കിന് വേണ്ടി ആൾക്കാരെ കൊണ്ട് കുടിയിരുത്തിയപ്പോ വനവും നശിച്ചു, വന്യജീവിയും നശിച്ചു. അതുകൊണ്ട് ആ വകുപ്പിനെ 2 കഷ്ണമാക്കിയിട്ട് ഈ വന്യജീവി സംരക്ഷണത്തിനും വനസംരക്ഷണത്തിനും 2 നിയമം ഉണ്ടാക്കി, 2 വകുപ്പ് ഉണ്ടാക്കി, 2 കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ ഈ വക പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാവും. കേരളത്തിൽ തന്നെ 113 ആനകൾ ചത്തിട്ട് അതിൽ 13 ഈ രീതിയിലാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല ഈ പരിക്കേറ്റ ആനകളെ ചികിത്സിക്കാനായിട്ട് വനം വകുപ്പിന്റെ സംവിധാനമൊന്നുമില്ല. ശരിയാണ്. ഇത് നോക്കൂ ശ്രീ ഗുരുവായൂരപ്പൻ, ഇതൊരു വൈൽഡ് ആനിമലാണ്. പ്രത്യേകിച്ച് കാട്ടാന എന്ന് പറയുന്നത് ആളുകളെ ഭയപ്പെടുത്തുന്നതാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു പന്നിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ജീവിയോ ഒക്കെ തന്നെയും നാട്ടിലേക്ക് വന്നാൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ നിലയിലൊരു ഭീതി പറയാനില്ല. ഉണ്ട്, പല മൃഗങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള മനുഷ്യനോട് ചേർന്ന് നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പക്ഷേ ഈ കാട്ടാന എന്ന് പറയുമ്പോൾ അതിനെ പിന്തിരിപ്പിച്ച് ഓടിപ്പിച്ചേ തീരുമെന്നുള്ളതാണ്. അത് വെറും കൃഷി നശിപ്പിക്കുന്നു എന്നുള്ള കാരണങ്ങൾ കൊണ്ടല്ല. അവരുടെ വാഹനങ്ങൾ തകർക്കാം, അവരുടെ വീട് തകർക്കാം, അവരുടെ ജീവഹാനി ഉണ്ടാകാം, കുട്ടികൾക്ക് പ്രശ്നമുണ്ടാകാം. അപ്പോൾ ഈ കാട്ടാനകളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ബാരിക്കേഡ് അനിവാര്യമാണ്. കാടും മൃഗവും വേർതിരിക്കുന്ന ബാരിക്കേഡ് അനിവാര്യമാണ്. ശരിയാണോ? അതായത് ഭാഗികമായിട്ട് ശരിയാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ വയനാട് ജില്ലയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്
ഈ സീസൺ എന്ന് പറയുന്നത് കർണാടകത്തിൽ നിന്നും ആനകൾ മുതുമലയിലൂടെ വയനാട്ടിലേക്ക് കടന്ന് പലായനം ചെയ്യുന്നത് എന്ന് വെച്ചാൽ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയമാണ്. പലായനം എന്ന് പറയാൻ പറ്റില്ല, മൈഗ്രേഷൻ പീരീഡ് ആണ്. ഈ സമയത്ത് ആനകൾ കടന്നു വരും, കാരണം അവിടെ വെള്ളം കുറവാണ്, ഇവിടെ പച്ചപ്പ് കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് വരും. അപ്പൊ അത്തരത്തിൽ വരുന്ന സമയത്ത് ഈ നമ്മുടെ പുൽപ്പള്ളി മേഖല, ആ മേഖലയിൽ ഇത് കുറച്ച് ആക്രമണങ്ങൾ കാണിക്കാറുണ്ട്. അതേസമയം സുൽത്താൻ ബത്തേരി മേഖലകളിൽ എത്തിക്കഴിഞ്ഞാൽ ആനകൾ വലിയ പ്രശ്നങ്ങൾ കാണിക്കുന്നില്ല. ഇതേ ആനകൾ തോൽപ്പെട്ടി ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ റോഡിലൂടെ പോകുന്ന ലോറികൾ അവരെ ആക്രമിക്കാറുണ്ട്. ഒരേ ആനയാണിത് പ്രതികരിക്കുന്ന കൂടെ ഓർക്കണം. അപ്പം ആനകൾക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന സ്ഥലങ്ങളിൽ ആനകൾ ഒരിക്കലും അക്രമകാരികളല്ല. അവർക്ക് വേണ്ടത് ഭക്ഷണമാണ്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പ്രദേശത്തിലൂടെ കടന്നു പോകണം, അത്രയേ ഉള്ളൂ. ആ കടന്നു പോകുന്ന വഴിക്ക് അവർ വഴിയിൽ കാണുന്നതെല്ലാം കഴിക്കും. എല്ലാം കഴിക്കുന്ന പറയാൻ പറ്റില്ല, അവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, നടന്നുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, പക്ഷെ ഗുരുവായൂരപ്പൻ അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ പുതിയ വഴികൾ ആന തേടുന്നു എന്നുള്ളത് ഈ പുതിയൊരു പ്രതിഭാസമാണോ? ആനയുടെ വഴിത്താര, ആ വഴിത്താരകൾ പുതുതായി സൃഷ്ടിക്കപ്പെടുന്നത് നിലവിലുള്ള വഴിത്താരകളിൽ അവരുടെ ഭക്ഷണം കുറയുന്നത് കൊണ്ടാണോ അതോ പെരുകുന്നത് കൊണ്ടാണോ? അത് വളരെ സിമ്പിൾ ആണ്. ഈ നേരത്തെ പറഞ്ഞതാണ്, ഈ സമൂഹത്തിന്റെ മനസാക്ഷി എന്ന് പറയുന്നത് എല്ലാ കാലത്തും വന്യജീവികൾക്ക് എതിരായതുകൊണ്ട് തന്നെ ഇവരെ ആദ്യം കാണുമ്പോൾ കൗതുകത്തോടെയും അടുത്ത ദിവസം മുതൽ പ്രതികാര ബുദ്ധിയോടുകൂടി കാണുന്ന ഒരു സമീപനമാണ്. അതുകൊണ്ട് ഇതെല്ലാം മനുഷ്യനെ നശിപ്പിക്കാനാണെന്നുള്ള ചിന്തയുണ്ട്. നമുക്ക് എത്രത്തോളം പരിസ്ഥിതി ബോധമുള്ളതൊക്കെ നമുക്ക് കേരളത്തിലായിക്കോട്ടെ പൊതുസമൂഹം പറഞ്ഞാലും യഥാർത്ഥത്തിൽ ഒരു വിഷയം വരുന്ന സമയത്ത് അതിനെതിരെ പ്രതികരിക്കുക എന്ന് വെച്ചാൽ വന്യജീവികളെ ശല്യക്കാരായിട്ട് തന്നെ കാണുന്ന ഒരു മനോഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ നിർബന്ധിതമാവുകയാണ് ഈ വന്യമൃഗങ്ങൾ വരുന്ന വഴികൾ ബ്ലോക്ക് ചെയ്യാന്നുള്ള കാര്യം. ഈ ബ്ലോക്ക് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുന്നത് സുരക്ഷയാണെന്ന്, പക്ഷെ അത് കൂടുതൽ സമൂഹത്തിലേക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഉദാഹരണത്തിന് ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വാളയാറ് ട്രെയിൻ ആക്സിഡന്റിൽ ഏകദേശം 28ഓളം ആനകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2000 മുതലുള്ള നമ്മുടെ കയ്യിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം 28 ആനകൾ കൊല്ലപ്പെട്ടത് അവിടെ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തു, പലതരത്തിലുള്ള ഫെൻസിങ് ചെയ്തു. അതായത് ആന റെയിൽവേ ട്രാക്കിൽ വരാതിരിക്കാൻ വേണ്ടി മാത്രം ട്രെയിനിന്റെ സ്പീഡ് അല്പം കുറയ്ക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് നമ്മൾ വെച്ചിരുന്നത്. അത് താൽക്കാലികമായിട്ട് ചെയ്തിട്ട് വീണ്ടും ആ കൂടെ 5 കിലോമീറ്റർ നീളത്തിലേക്കുള്ള വഴിയിൽ സ്പീഡ് കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ റെയിൽവേ അവിടെ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്യിപ്പിച്ചു, വനംവകുപ്പുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട്. ആ ഫെൻസിങ് ചെയ്തതുകൊണ്ട് ഒരു ഒറ്റ കാരണം കൊണ്ട് ആനകൾ നാട്ടിലേക്ക് തിരിയാൻ തുടങ്ങി. അല്ല, ശ്രീ ഗുരുവായൂരപ്പൻ, നമ്മളെപ്പോഴും നമുക്കൊരു മൃഗസ്നേഹം ഉണ്ട് എന്ന് വിചാരിച്ച ഒരു മനുഷ്യവിരുദ്ധ സമീപനം എടുക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നുള്ളതുകൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ആനകളെ സംബന്ധിച്ചിടത്തോളം, ഒരു മിനിറ്റ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആനകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണം ആവശ്യമുണ്ട്. താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ 200 കിലോ ഭക്ഷണം ഒരു ദിവസം ആവശ്യമുണ്ടെങ്കിൽ ആ ആനയെ സംബന്ധിച്ചിടത്തോളം കാട്ടിൽ പ്രകൃതിജന്യമായിട്ടുള്ള വിഭവങ്ങൾ അത്ര കണ്ടുണ്ടാകാനുള്ള സാധ്യത എപ്പോഴും കുറവാണ്. ഇത് ഡെയിലി വേണമല്ലോ, എല്ലാ ദിവസവും വേണമല്ലോ. അതേസമയം ഇപ്പം വയനാട്ടിലെ ഉദാഹരണമാണല്ലോ താങ്കൾ പറഞ്ഞത്. വയനാട്ടിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നേന്ത്രക്കായ ഉണ്ടാക്കുന്നത്. അവിടെ പഴങ്ങളുണ്ട് എങ്കിൽ ആനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്വാഭാവിക വഴിത്താരയായി കൃഷിയിടങ്ങൾ മാറില്ലേ? അപ്പോൾ ഫെൻസിങ് അല്ലാതെ വേറെ എന്താ വഴി? തീർച്ചയായിട്ടും. അതായത് വയനാടിനെ സംബന്ധിച്ച് വളരെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ആണ്. കാരണം കാടിനകത്താണ് സെറ്റിൽമെന്റ്സ് മുഴുവൻ. പിന്നെ അതിനകത്ത് തന്നെ കുറെ പ്ലാന്റേഷൻസ് ഉണ്ട്. ഈ പ്ലാന്റേഷൻ ഒക്കെ വനംവകുപ്പിന്റെ കയ്യിൽ തന്നെയാണ്. പ്ലാന്റേഷനകത്ത് മോണോക്രോപ്പിംഗ് ആണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന വനംവകുപ്പ്. അപ്പൊ ഈ തേക്ക് ആയിക്കോട്ടെ, യൂക്കാലിപ്റ്റസ് ആയിക്കോട്ടെ, പ്രത്യേകിച്ച് മുത്തങ്ങ പോലുള്ള വന്യജീവി സങ്കേതത്തിനകത്ത് ഇപ്പോഴും യൂക്കാലിപ്റ്റസ് തോട്ടമാണ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ശരിക്കും കംപ്ലീറ്റ് മാറ്റിയതിനു ശേഷം അവിടെ നാച്ചുറൽ റീജനറേഷനുള്ള ഒരു സ്കോപ്പ് ഒരുക്കി കഴിഞ്ഞാൽ യഥേഷ്ടം ഭക്ഷണം കിട്ടും. പിന്നെ നേരത്തെ പറഞ്ഞത്, ഏതെങ്കിലും ഒരു വഴിയിലൂടെ ആന വരുമ്പോൾ ഉടനെ അവിടുത്തെ, നേരത്തെ വെൽരാജിലൊക്കെ പറഞ്ഞ പോലെ അവിടുത്തെ പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടി ജനങ്ങള് മൊത്തം വനംവകുപ്പിനെതിരെ വർക്ക് ചെയ്യുന്നു, അവിടെ ഉദ്യോഗസ്ഥന്മാരെ ഹരാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഖരാവോ ചെയ്യുന്നു. അപ്പൊ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുന്ന സമയത്ത് മന്ത്രിമാരായിക്കോട്ടെ അവർക്ക് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം. കാരണം ജനങ്ങൾക്ക് അനുകൂലമാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കുന്നു. അപ്പൊ ആനകൾ പോകുന്ന വഴി അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യും. പക്ഷെ ആനകൾ ഒരിക്കലും ആ ബ്ലോക്കിൽ അവർ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. ആ ബ്ലോക്ക് എവിടെ തീരുന്ന ഭാഗത്ത് നിന്ന് അവര് തിരിഞ്ഞ് മറ്റേ ഭാഗത്തേക്ക് അവർ പോയിരിക്കും. അപ്പൊ പുതിയ മേഖലകളിലൂടെ ആനകൾ സഞ്ചരിക്കുകയാണ്. അപ്പൊ ആനകൾ മാത്രമല്ല ഏതൊരു ജീവിയും, പ്രത്യേകിച്ച് ആനയെ സംബന്ധിച്ച് അത് അതിന്റെ ഒരു തീരുമാനപ്രകാരം അത് മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ നികേഷ് പറഞ്ഞതുപോലെ വാഴത്തോട്ടങ്ങൾ കാണുമ്പോൾ വാഴത്തോട്ടങ്ങളിലേക്ക് വീണ്ടും ആകർഷിച്ച് വരില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും അത് ഒരിക്കൽ സൗജന്യമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് കിട്ടുന്ന സ്ഥലം ഒന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ആ മേഖലയിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കും. അവിടെ ബ്ലോക്ക് ചെയ്തേ പറ്റൂ, അത് സ്വാഭാവികമായിട്ട് ആവശ്യമാണ്. പക്ഷെ അതേസമയം അവരുടെ മെയിൻ റൂട്ട് നമ്മൾ
ഒന്ന് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അവർ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി അതിന് കൃത്യമായിട്ട് കുറച്ചു കാലത്തെ ക്ഷമ മതി. ഇതിപ്പോ പെട്ടെന്ന് എന്നൊരു കാര്യം നികേഷ് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ പെട്ടെന്ന് എന്നുള്ള അത്തരത്തിലുള്ള പെട്ടെന്നൊരു സംഗതി ഇല്ല. കാലങ്ങളായിട്ട് അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റം ഇപ്പോഴും തുറന്നു പോകുന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ പ്രശ്നം നീണ്ടു നിൽക്കുന്നത്. പക്ഷെ ഇപ്പോഴും പരിഹരിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ മുതൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിലെ വനാതിർത്തികളിൽ മുഴുവൻ വനസംരക്ഷണ സമിതികൾ ഉണ്ടാക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്. മിക്ക സ്ഥലങ്ങളിലും വനസംരക്ഷണ സമിതികൾ ഇല്ല, ഉള്ളതെല്ലാം നോക്കുകുത്തികളായിട്ട് നിൽക്കുകയാണ്. അപ്പോ ഇതൊന്ന് കറക്റ്റ് ഇന്ന് രാവിലെ പോലെ ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ പ്രോഗ്രാം വിളിക്കുന്നതിന് മുന്നേ ഞാൻ പാടത്തെ കൃഷിയിടത്ത് ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. അവിടെ പോകുന്ന സമയത്ത് ഈ ജീവികളെ ഇങ്ങനെ കണ്ട് ഞാൻ നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് വന അതിർത്തികളിൽ മുഴുവനും ഈ ഡിപ്പാർട്ട്മെന്റ് ഇത് ചെയ്യാതിരിക്കുന്നത്? അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ജനങ്ങളും തമ്മിൽ നല്ല ഒരു പാരസ്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹരിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ കണ്ട നമ്മൾ ഈ പറഞ്ഞ രംഗങ്ങൾ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഈ ഭവാനി സാഗർ ആയിക്കോട്ടെ, കോയമ്പത്തൂര്, ഈ മേഖലകളിലെല്ലാം യാത്ര ചെയ്യുന്നു. ഫിസിക്കലി പോയി അവിടെ രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ താമസിച്ച് ആനകളുടെ മൂവ്മെന്റ് ഒക്കെ നോക്കാനുള്ള ഒരു ഭാഗ്യമോ ദൗർഭാഗ്യമോ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഈ മൈനിങ് ആണ് പല സ്ഥലങ്ങളിലും. ഈ ആനകളുടെ വഴിത്തടങ്ങള് പുഴ ഭവാനി സാഗർ അണക്കെട്ടായിക്കോട്ടെ, അവിടെ മണൽ ഞാൻ ലോബി എന്ന് പറയുന്നില്ല, പക്ഷെ ഗവൺമെന്റ് തന്നെ അനുവദിച്ചുകൊണ്ട് മണൽ കടത്തിക്കൊണ്ടുപോകുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവർക്ക് മെയിൻ റൂട്ടിൽ വരാൻ പറ്റുന്നില്ല. അവർക്ക് പിന്നെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ജനവാസ കേന്ദ്രങ്ങൾ അകത്തു കൂടിയിട്ടാണ് തിരിച്ചു വരേണ്ടത്. അപ്പൊ ആ മേഖലകളിൽ വരുന്ന സമയത്ത് ആളുകൾ കല്ലെറിയും, പടക്കം പൊട്ടിക്കും, തോക്കുകൊണ്ട് വെടിവെക്കും. അങ്ങനെയാണ് പല ഈ പറഞ്ഞ 21ഓളം ആനകൾ അവിടെ മനുഷ്യരുടെ ആക്രമണം കൊണ്ട് മരണപ്പെട്ടത്. ഇപ്പൊ ഇന്നലെ മരണപ്പെട്ട ഈ സംഭവം കൂടല്ലൂർ പറഞ്ഞ മേഖല എന്ന് പറയുന്നത് ടൂറിസ്റ്റ് റിസോർട്ടുകളിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് അവർ മെയിൻ റൂട്ട് ബ്ലോക്ക് ചെയ്തപ്പോഴത്തേക്കും ആളുകൾ പല സ്ഥലങ്ങളും കല്ലെറിഞ്ഞ് അല്ലെങ്കിൽ തീപ്പന്ത് എറിഞ്ഞ് അതിനെ ഉപദ്രവിക്കുമ്പോൾ അത് പുതിയ മേഖലകൾ കണ്ടെത്തണം. കാരണം അത് അവന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആനയുടെ മൂവ്മെന്റ്. നമ്മൾ ആ ഒരു ഭാഗം ചിന്തിക്കുന്നില്ല. ശരിക്കും നമ്മളെ ആക്രമിക്കാൻ വരുന്നു എന്നുള്ള ഒരു ഭാഗം മാത്രമേ നമ്മൾ ആ രീതിക്കാണ് പ്രസന്റ് ചെയ്യുന്നത്. ശരി, ശ്രീ ഗുരുവായൂരപ്പൻ, താങ്കൾ ചൂണ്ടിക്കാണിച്ച ഉദാഹരണം പെരിയാർ ടൈഗർ റിസർവ് ആണ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മുല്ലപ്പെരിയാറിൻ്റെ തർക്കങ്ങളൊക്കെ വരുന്ന സമയത്ത് പെരിയാർ ടൈഗർ റിസർവിലൂടെ ഒന്ന് സഞ്ചരിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു മാനസിക ആഹ്ലാദം കൂടിയാണ്. അത് വളരെ ശരിയാവണം താങ്കൾ ആദ്യമേ ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടുത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിശ്ചയദാർഢ്യം കൂടിയാണ്. അവിടെ ആദിവാസികളായിട്ടുള്ള ആളുകളായാലും ഇനിയിപ്പോൾ കുമളി ടൗണിലുള്ള ആളുകളെ പോലും, അതായത് കുറെ കൂടി കച്ചവട മനസ്സുള്ള ആളുകളെ പോലും മൃഗസ്നേഹികളാക്കാൻ വേണ്ടി വർഷങ്ങൾ നീണ്ട പ്രയത്നം ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ആ ഒരു പാറ്റേൺ കേരളത്തിലാകമാനം വേണമെന്നുള്ളതാണ് ശ്രീ ഗുരുവായൂരപ്പൻ താങ്കളുടെ കാഴ്ചപ്പാട്. തീർച്ചയായിട്ടും അവിടെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെയാണ് അത് ഞാൻ അഭിമാനത്തോട് പറയാൻ പറ്റും. അവിടുത്തെ സാമൂഹ്യ ശാസ്ത്രജ്ഞനായിരുന്നു. അവിടുത്തെ എല്ലാ ആളുകളുമായിട്ട് എനിക്ക് നല്ല ബന്ധം ഇപ്പോഴും ഉണ്ട്. അവിടെ ഇൻ കേസ് ഇപ്പോഴും നാട്ടിൽ ഏതെങ്കിലും മൃഗം ഇറങ്ങി കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ ഇപ്പോഴും വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ വിളിക്കാറുണ്ട് ആളുകൾ. മിക്ക ആളുകൾ ഏകദേശം ഒരു 7000-ഓളം കുടുംബങ്ങളുമായിട്ട് നേരിട്ടുള്ള ബന്ധമുണ്ട്. അപ്പം അവിടെ ഉദ്യോഗസ്ഥരും ജനങ്ങളും തമ്മിലുള്ള ബന്ധം, അവിടെ നാട്ടുകാർ മാത്രമല്ല, അങ്ങ് പറഞ്ഞതുപോലെ അവിടുത്തെ തൊഴിലാളി ടൂറിസം മേഖലയിലുള്ള ആൾക്കാരായിക്കോട്ടെ, ടൂറിസ്റ്റ് ഗൈഡ്സ് ആയിക്കോട്ടെ, കുമളി ടൗൺഷിപ്പിലെ ജനങ്ങളായിക്കോട്ടെ, റോസാപ്പൂ കണ്ടം പോലുള്ള സ്ഥലത്ത് ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉള്ള സ്ഥലങ്ങളായിക്കോട്ടെ, തമിഴ്നാട്ടിൽ നിന്ന് വന്ന് പലതരത്തിലുള്ള നല്ലതും ചീത്തയായിട്ടുള്ള രീതിക്കുള്ള ബിസിനസ് നടത്തുന്ന ആളുകളായിക്കോട്ടെ, എല്ലാവരുമായിട്ടും ഡിപ്പാർട്ട്മെന്റ് വളരെ നല്ല ഒരു റിലേഷൻഷിപ്പ് വെച്ചു എന്നുള്ളത് അവിടുത്തെ ഉദ്യോഗസ്ഥരും ജനങ്ങളും തമ്മിൽ എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഉള്ള ഒരു ഗുഡ് കണക്ഷൻ ആണ്. ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ അങ്ങനെ തന്നെ വെച്ചിരുന്നത്. അതുകൊണ്ടാണ് അന്നത്തെ അവിടുത്തെ പഴയ വേട്ടക്കാരും കൊള്ളക്കാരുമായിട്ടുള്ള അല്ലെങ്കിൽ മരം വെട്ടുകാരും വയനപ്പുത്തൊലി ചെത്തുന്ന ആളുകൾ പോലും മാനസാന്തരപ്പെട്ട് വനസംരക്ഷകരായിട്ട് മാറിയിട്ടുള്ളത്. അതെ, അതിന് പ്രത്യേകം പരിപാടി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് അറിയാം, അവിടുത്തെ ഡയറക്ടറായ ഒരു പത്മാ മഹന്തിയുള്ള കാലഘട്ടത്തിൽ ഒരു പ്രൊജക്ട് വെച്ചത്, അതായത് പോച്ചിങ്ങുകാരെ കണ്ടുപിടിച്ച് അവരെ മാനസാന്തരപ്പെടുത്തുക. അതെ, ഞാൻ ഉൾപ്പെടെയുള്ളവർ അതിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. അവർക്കും എനിക്കും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി അവാർഡുകൾ പോലും കിട്ടിയിട്ടുണ്ട്. നമ്മൾ അവാർഡിന് വേണ്ടിയിട്ടല്ല വർക്ക് ചെയ്തത്. നമുക്ക് വന്യജീവികളുടെ ഈ സംരക്ഷണത്തിന് അതായത് വേട്ടക്കാരെന്ന് നമ്മൾ പറഞ്ഞാലും അവരെന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിലേക്ക് ഞങ്ങൾ ഫോക്കസ് ചെയ്തത് മെയിനായിട്ട്. അപ്പൊ അവരുടെ നിലനിൽപ്പ് ആണ് പ്രധാനപ്പെട്ട ചോദ്യം. അതേപോലെ വന്യജീവികളെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പാണ് ചോദ്യം. അപ്പൊ ഈ രണ്ടിനും ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. നമ്മുടെ മനുഷ്യൻ എന്ന് പറയുന്നത് ഇത്രയും വികാസം പ്രാപിച്ച ബുദ്ധി ഈ പറഞ്ഞ എല്ലാറ്റിനും പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ സ്വാർത്ഥ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളതിനെ അംഗീകരിക്കാതിരിക്കുകയും എല്ലാറ്റിനെയും ശത്രുവായിട്ട് കാണുന്ന മനോഭാവം പൊതുവെ മനുഷ്യന്റെ മനസ്സിലുണ്ട്. പക്ഷേ ശ്രീ CR നീലകണ്ഠൻ, നേരത്തെ ശ്രീ വെങ്കടാചലം ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ കാടും നാടും തമ്മിലുള്ള അതിർത്തി ബഫർ സോൺ ആക്കുന്നു, നമ്മളത് കൃഷിയിടമാക്കുന്നു എന്നത് ഈ ഒരു കാര്യത്തിൽ അശാസ്ത്രീയമല്ലേ?
അപ്പോൾ കൃഷിയിടത്തിലേക്ക് അവർക്ക് സ്വാഭാവികമായി വന്യമൃഗങ്ങൾക്ക് സ്വാഭാവികമായി എത്തിച്ചേരാൻ കഴിയും. നേരത്തെ ശ്രീ ഗുരുവായൂരപ്പൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അവരുടെ സ്വാഭാവിക പാതയായി മാറും. അപ്പോൾ എന്നാൽ നമുക്ക് ഇത്രയും ഭൂമി വെറുതെ ഇടാൻ പറ്റുമോ, തരിച്ചിടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും സാധ്യമല്ല. അപ്പോൾ പ്രശ്നങ്ങൾ ഗുരുതരമാണ്, സങ്കീർണമാണ്. അല്ല, പ്രശ്നങ്ങൾ സങ്കീർണമാണ്. ഉദാഹരണത്തിന് ബഫർ സോൺ എന്ന സങ്കല്പം തന്നെ, കേരളത്തിൽ ബഫർ സോൺ എന്ന സങ്കല്പം പറഞ്ഞാൽ അത് ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നിർണായക തീരുമാനമെടുക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ, സാമൂഹ്യ സംഘടനകൾ അവരൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ബഫർ സോൺ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അത് എന്തോ ഒരു കുഴപ്പം പിടിച്ച സംഗതിയാണ്, അതുകൊണ്ട് അത് പാടില്ല. വനം, നിങ്ങൾ ജെണ്ട കഴിഞ്ഞാൽ പിന്നെ വനമില്ല, അവിടെയാണ് പ്രശ്നം. ജെണ്ട കഴിഞ്ഞാൽ പിന്നെ വനമില്ല എന്ന് പറഞ്ഞാൽ അത് വന്യജീവികൾക്ക് സ്വീകാര്യമായൊരു നിയമമല്ലല്ലോ. നമുക്ക് അത് വന്യജീവികളെ വന്യജീവികളായിട്ടും വനത്തെ വനമായിട്ടും മനസ്സിലാക്കാൻ കഴിയാതെ നിയമം കൊണ്ട് മാത്രം സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞത് നേരത്തെ ഗുരുവായൂരപ്പൻ പറഞ്ഞത് അത് തന്നെയാണ്. തീർച്ചയായിട്ടും വനത്തെ വനമായി കാണുക, വനത്തിനെ ഒരു വ്യവസ്ഥയായി കാണുക, അതിനോട് യോജിച്ച് നിൽക്കുന്ന മനുഷ്യരായി കാണുക. അല്ലെങ്കിൽ എന്ത് പറ്റും, നിങ്ങളൊരു ജെണ്ട ഇട്ടാൽ ജെണ്ട വരെ മാത്രമേ ആന വരാവൂ, ജെണ്ട വരെ മാത്രമേ പന്നി വരാവൂ എന്നൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. കാരണം നേരത്തെ പറഞ്ഞ അവരുടെ നിലനിൽപ്പ് ഒരു പ്രശ്നമല്ലേ, അവർക്ക് പോകും. നിങ്ങൾ ഏത് വഴി അടച്ചാലും വേറൊരു വഴി അവർ കണ്ടെത്തും. അങ്ങനെയാണ് പ്രകൃതി. നമ്മൾ ഉറുമ്പുകളുടെ കാര്യം കാണുന്ന പോലെയാണ് എല്ലാ വന്യജീവികളും. അപ്പൊ അതുകൊണ്ട് ഇതിനാണ് പറഞ്ഞത്, തീർച്ചയായും എല്ലാവരും ചേർന്നെടുത്ത് ഒരു തീരുമാനമെടുക്കണം. അതിന് ധൈര്യമുള്ള രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും സാമൂഹ്യ നേതൃത്വത്തിൽ വലിയൊരു പങ്കുണ്ട്. കാരണം ഇതിൽ പ്രശ്നമുള്ള ആളുകളെ ഒന്നിച്ച് ചേർത്ത് നിർത്തി വനം കത്തിക്കുക, വനം വകുപ്പിന്റെ ഓഫീസ് കത്തിക്കുക ഒക്കെ നമ്മൾ കണ്ടതാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൽ. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി തീർച്ചയായും വനവും വന്യജീവികളും നമ്മളും നിലനിൽക്കണം എന്ന പൊതുധാര്യയിൽ നിന്ന് യഥാർത്ഥമായ പാരിസ്ഥിതിക അവബോധത്തിൽ നിന്ന് നമുക്ക് ചർച്ച ചെയ്താൽ ഇതിന് ഉത്തരം കിട്ടുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ കണക്കാക്കുന്നത്. വളരെ നന്ദി ശ്രീ CR നീലകണ്ഠൻ, ശ്രീ ഗുരുവായൂരപ്പൻ, ഒപ്പം തന്നെ ശ്രീ വെങ്കിടാചലം ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.